भारत माता की, भारत माता की। केरला की मेरी माता और बहनों, केरला थिल्ले एंडे अम्मा मारे, सहोदरी मारे, आप सभी इतनी बड़ी संख्या में स्त्री शक्ति मुझे आशीर्वाद देने आई है। मैं आपका बहुत बहुत आभारी हूं। आप सभी को 2024 की अनेक अनेक शुभकामनाएं। कल ही वडक्कुम नाथन मंदिर में शिव खुद विराजे हैं। इस मैदान पर जब हम एकत्र हुए हैं तो विश्व प्रसिद्ध त्रिशूरपुरम उत्सव का उत्साह ही नजर आ रहा है। केरला की कल्चरल कैपिटल त्रिशूर से निकलने वाला ये संदेश पूरे केरला में नई चेतना का संचार करेगा। കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ ഇത്രയും വലിയ സംഖ്യയിൽ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് എനിക്ക് എന്നെ അനുഗ്രഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും 2024ന്റെ ആശംസകൾ, നിരവധി ആശംസകൾ നേരുന്നു. ഇന്നലെയായിരുന്നു ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ ജയന്തി ദിനം. അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ കാശിയിൽ നിന്നുള്ള വാരണാസിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ്. ഭഗവാൻ ശിവന്റെ ഭൂമിയായിട്ടുള്ള കാശിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം. ഇവിടെ വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിലും മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ വലിയ വിശാലമായിട്ടുള്ള മൈതാനിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരും വിശ്വപ്രസിദ്ധമായിട്ടുള്ള തൃശൂർ പൂരത്തിന്റെ ഉത്സാഹത്തിന്റെ, തൃശൂർ പൂരത്തിന്റെ ഉത്സവത്തിന്റെ ആ ഉത്സവത്തിന്റെ ഉത്സാഹമാണ് നിങ്ങളെല്ലാവരും ദൃശ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂരിൽ, ആ തൃശൂരിൽ നിന്നുയരുന്ന സന്ദേശം, ആ സന്ദേശം കേരളത്തിന് മുഴുവൻ തന്നെ പുതിയ ചേതനയുടെ സഞ്ചാരം, ആ പുതിയ ചേതനയുടെ സന്ദേശമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. केरला थिल्ले एंड अम्मा मारे, सहोदरी मारे, आज शिवगंगई की महान पराक्रमी रानी वेलु नाचियार की जन्म जयंती है। आज देश ही महान शिक्षाविद और समाज सुधारक सावित्रीबाई फुले जी की भी जन्म जयंती है। नारी शक्ति का सामर्थ्य कितना बड़ा होता है, ये इन दोनों के व्यक्तित्व से सीखने को मिलता है। केरला की मिट्टी, इस मिट्टी ने ऐसी अनेक संतानें देश को दी है जिन्होंने भारत की बौद्धिक और सामाजिक चेतना को समृद्ध किया है। केरला की बेटियां ने भारत की आजादी, संस्कृति और संविधान के निर्माण में महत्वपूर्ण भूमिका निभाई है। एवी कट्टीमालु अम्मा, अकम्मा चेरियन, रोसम्मा पनूस
जैसी वीरांगनाओं ने स्वतंत्रता आंदोलन को नई ऊर्जा दी। केरला की कात्यायनी अम्मा और भागीरथी अम्मा ने देश को दिखाया कि सीखने की कोई आयु नहीं होती। आदिवासी कलाकार नांजी अम्मा ने को उनकी अद्भुत कला के लिए नेशनल अवार्ड देना, इसका सौभाग्य भी हमें मिला। पीटी उषा जी हो, अंजू बॉबी जॉर्ज हो, ये पूरे देश की बेटियों के लिए बहुत बड़ी प्रेरणा है। കേരളത്തിലെ അമ്മമാരെ, സഹോദരിമാരെ, ഇന്ന് ശിവഗംഗയിൽ, തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ ജനിച്ച സ്വാതന്ത്ര്യ ഈ നാടിന്റെ സാംസ്കാരികമായിട്ടുള്ള ചരിത്രത്തിൽ, ഈ നാടിന്റെ ഭരണഘടനാ നിർമ്മാണത്തിൽ അതിലൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക്, ആ വഹിച്ചിട്ടുള്ള പങ്ക് മഹത്തരമാണ്. AV കുട്ടിമാളു അമ്മയെ പോലെയുള്ള ആളുകൾ, അക്കമ്മ ചെറിയാനെ പോലെയും റോസമ്മ പുന്നൂസിനെയും പോലെയുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിരവധി വനിതകൾ, അവർ നൽകിയിട്ടുള്ള ചൈതന്യം, ആ ഊർജം നമുക്ക് മറക്കാൻ സാധിക്കില്ല. കേരളത്തിലെ കാർത്യായനി അമ്മയും ഭാഗീരഥി അമ്മയും ഈ നാടിന് കാണിച്ചു കൊടുത്തു. വിദ്യാഭ്യാസം നേടുന്നതിന്, അറിവ് നേടുന്നതിന്, സാക്ഷരരാകുന്നതിന് അതിന് പ്രായം ഒരു പരിധിയല്ല എന്ന്. ആദിവാസി കലാകാരിയായിട്ടുള്ള നാഞ്ചിയമ്മയുടെ കലാപരമായിട്ടുള്ള സംഗീതത്തിലുള്ള അവരുടെ പ്രാവീണ്യം, ആ പ്രാവീണ്യത്തിന്റെ പേരിൽ അവർക്ക് ദേശീയ അവാർഡ് നൽകാൻ ഈ സർക്കാരിന് സാധിച്ചു. PT ഉഷയെ പോലെ, അഞ്ജു ബോബി ജോർജിനെ പോലെ ലോകത്തിലെ സഹോദരിമാർക്ക് മുഴുവൻ, ലോകത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ, അവർക്ക് മുഴുവൻ തന്നെ പ്രേരണ നൽകുന്ന സഹോദരിമാർ, പെൺമക്കൾ ഈ കേരളത്തിന്റെ സംഭാവനയാണ്. കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, आजकल देश में मोदी की गारंटी की चर्चा है, लेकिन मैं मानता हूं देश की नारी शक्ति विकसित भारत के संकल्प की सिद्धि की सबसे बड़ी गारंटी है। दुर्भाग्य से आजादी के बाद लेफ्ट देने वाला कानून बरसों तक लटकाए रखा, लेकिन मोदी ने आप सभी बहनों को आपका हक देने की गारंटी दी थी और उस गारंटी को पूरा करके दिखाया। नारी शक्ति वंदन अधिनियम अब कानून बन चुका है। आपको याद होगा, जब तक देश में लेफ्ट और कांग्रेस के गठबंधन की सरकारें थी, तब तक मुस्लिम बहनें ट्रिपल तलाक से परेशान थी। मोदी ने मुस्लिम बहनों को ट्रिपल तलाक से मुक्ति देने की गारंटी दी थी और उसे ईमानदारी से पूरा भी करके दिखाया। കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ഇപ്പൊ നാട്ടിൽ മുഴുവൻ ചർച്ച മോദിയുടെ ഉറപ്പിനെ പറ്റിയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് സ്ത്രീകളുടെ ശക്തിയാണ് ഈ നാടിനെ വികസിതമായിട്ടുള്ള ഒരു രാഷ്ട്രമാക്കുന്നതിൽ, അത് പ്രാവർത്തികമാക്കുന്നതിൽ, വികസിത രാഷ്ട്രമാക്കും എന്നുള്ള പ്രതിജ്ഞ പ്രാവർത്തികമാക്കുന്നതിൽ ഏറ്റവും വലിയ ഉറപ്പ്. ദൗർഭാഗ്യവശാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇടതുപക്ഷവും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ, UDFന്റെയും LDFന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ, ആ സർക്കാരുകൾ സ്ത്രീ ശക്തിയെ ദുർബലമായിട്ടുള്ള ശക്തിയായിട്ടാണ് കണക്കാക്കിയത്.
ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് സംവരണം നൽകാനുള്ള നിയമം ഇടതുപക്ഷവും കോൺഗ്രസും ദശകങ്ങളായി തീരുമാനമെടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മോദി സർക്കാർ നിങ്ങൾക്കെല്ലാവർക്കും, എല്ലാ സഹോദരിമാർക്കും നിങ്ങളുടെ അധികാരം, ആ അധികാരം അത് ഉറപ്പു നൽകുന്ന തീരുമാനമെടുത്തു. അതുമാത്രമല്ല, അത് പ്രാവർത്തികമാക്കി. നാരി ശക്തി വന്ദൻ നിയമം, ആ നിയമം ഇന്ന് നിയമമാക്കി കഴിഞ്ഞു. ഇന്ന് രാജ്യത്തിന്റെ നിയമത്തിന്റെ ഭാഗമായി. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും, കോൺഗ്രസും ഇടതുപക്ഷവും ഭരിച്ചിരുന്ന, അവരുടെ മുന്നണികൾ ഭരിച്ചിരുന്ന കാലങ്ങളിൽ, ആ കാലങ്ങളിൽ ഒരിക്കലും മുസ്ലിം വനിതകളുടെ മുത്തലാഖ്, ആ മുത്തലാഖിൽ മുസ്ലിം സ്ത്രീകൾ ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ മുസ്ലിം സഹോദരിമാർക്ക് അവർക്ക് മുത്തലാഖിൽ നിന്ന് മോചനം നേടിക്കൊടുത്തു. ആ മോചനം നേടിക്കൊടുക്കും എന്നുള്ള ഉറപ്പ്, മോദിയുടെ ഉറപ്പ്, ആ ഉറപ്പ് സത്യസന്ധമായി നടപ്പിലാക്കി. കേരള തില്ലേ എന്റെ अम्मा मारे, सहोदरी मारे, बीजेपी के नेतृत्व वाली एनडीए सरकार के लिए 4 जातियां सर्वोपरि है। जब देश के गरीब, देश के युवा, देश के किसान और देश की महिलाओं का विकास होगा, तभी देश का विकास होगा। इसलिए बीजेपी सरकार की योजनाओं का बड़ा लाभ इन 4 जातियों को सबसे ज्यादा मिला है। लेफ्ट कांग्रेस के लंबे शासनकाल में नारी शक्ति अनेक बेसिक सुविधाओं से वंचित थी। मोदी ने बहनों की समस्याओं को दूर करने की गारंटी दी थी और आपके आशीर्वाद से उन्हें पूरा भी किया। കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ബിജെപിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, എൻഡിഎ സർക്കാരിന് 4 ജാതികളാണ് സുപ്രധാനമായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ടുള്ളത്. ഒന്ന്, ഈ നാട്ടിലെ ദരിദ്രരായിട്ടുള്ളവർ. 2, ഈ നാട്ടിലെ യുവാക്കൾ. 3, ഈ നാട്ടിലെ കർഷകർ. അതോടൊപ്പം ഈ നാട്ടിലെ സ്ത്രീകൾ. അവരുടെ വികസനം, ആ വികസനം ഉണ്ടാകുമ്പോൾ, അത് സാധ്യമാകുമ്പോൾ മാത്രമാണ് ഈ നാടിന്റെ വികസനം സാധ്യമാവുക. അതുകൊണ്ട് ഈ 4 ജാതികൾക്ക്, ഈ 4 ജാതിയിലുള്ള ആളുകൾക്ക്, അവർക്ക് ഈ നാട്ടിലെ ഈ സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ പ്രയോജനം, ആ പ്രയോജനം അവർക്ക് ലഭ്യമാക്കാൻ സർക്കാർ പരിശ്രമിക്കുന്നു. കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ദീർഘകാലത്തെ അധികാര കാലഘട്ടം, ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഉറപ്പ്, മോദിയുടെ ഉറപ്പാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള തീരുമാനം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഈ ഉറപ്പുകൾ പാലിക്കാൻ മോദിക്ക് സാധിച്ചിരിക്കുന്നു. साथियों, बीते 10 वर्षों में हमने महिलाओं का जीवन आसान बनाने के लिए अनेक कदम उठाए हैं। हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए। ये सफलता कैसे मिली? मोदी युडे गारंटी। हमने 11 करोड़ परिवार की बहनों को पाइप से पानी दिया। ये क्यों हुआ?
मोदी युडे गारंटी। हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया। ये कैसे बने? मोदी युडे गारंटी। हमने 1 रुपए में सुविधा सैनिटरी पैड्स की योजना शुरू की। ये किसे संभव बनाया? मोदी युडे गारंटी। हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले। ये सफलता कैसे मिली? मोदी युडे गारंटी। हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए। ये कैसे संभव हुआ? मोदी युडे गारंटी। हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया। इसे किसे संभव बना दिया? मोदी युडे गारंटी। हमने सैनिक स्कूलों में बेटियों के एडमिशन का रास्ता खोला। ये कैसे संभव हुआ? मोदी युडे गारंटी। മോദിയുടെ ഗ്യാരണ്ടി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിലെ 60 ലക്ഷം സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. 30 കോടിയിലധികം ആളുകൾക്ക് മുദ്രാ വായ്പകൾ നൽകി. മഹിളാ ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് നൽകി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. ഗർഭവതികളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രസവാവധി 26 ആഴ്ചയായിട്ട് വർദ്ധിപ്പിച്ചു. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. അതിനുള്ള വഴിയുണ്ടാക്കി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. ലോക്സഭ നിയമസഭകളിൽ സംവരണം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണം, ആ സംവരണം പ്രാവർത്തികമാക്കി. എങ്ങനെ സാധിച്ചു? മോദിയുടെ ഗ്യാരണ്ടി. എന്റെ കുടുംബാംഗങ്ങളെ, നമ്മൾ ഇന്ന് വികസിത ഭാരതത്തെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിൽ ആ സ്ത്രീ ശക്തി ഒരു സുപ്രധാനമായിട്ടുള്ള ശക്തിയായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺകുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് അവസരങ്ങളുടെ കലവറ തുറന്നിരിക്കുകയാണ്. 15,000 സ്ത്രീകളുടെ സ്വയം സഹായ സമൂഹങ്ങൾക്ക്, SHGകൾക്ക് ഡ്രോൺ കിട്ടും. എന്താ ഉറപ്പ്? കാരണം മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് അക്കാര്യത്തിൽ. 2 കോടി സ്ത്രീകൾ, ഈ രാജ്യത്തെ സ്ത്രീകൾ ലക്ഷാധിപതികളാകും. എങ്ങനെ സാധിക്കും? മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് അവർക്ക് പരിശീലനം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഉറപ്പുണ്ട്. പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയിലൂടെ തെരുവോര കച്ചവടക്കാരായിട്ടുള്ള സ്ത്രീകൾ, അങ്ങനെയുള്ളവർക്ക് സഹായം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഉറപ്പുണ്ട്. സഹോദരിമാർക്ക്, പെൺകുട്ടികൾക്ക് കായിക മേഖലയിൽ അവർക്ക് വീണ്ടും മുന്നോട്ട് പോകാം. എന്താ ഉറപ്പ്? മോദിയുടെ ഉറപ്പുണ്ട്. 5 ലക്ഷം രൂപ വരെ സൗജന്യമായിട്ടുള്ള ചികിത്സാ സഹായം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ചുരുങ്ങിയ വിലക്ക് പാചകവാതകം ലഭിക്കും. എന്താ ഉറപ്പ്? മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ എല്ലാവർക്കും വീട് ലഭിക്കാനുള്ള പദ്ധതി. എന്താ ഉറപ്പ്? മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, केरला की अनेक माताओं की संतानें दुनिया भर में काम कर रही है, पढ़ाई के लिए गई हुई है। आप देख रहे हैं कि बीते वर्षों में दुनिया में कैसे कैसे संकट आए हैं। कोरोना हो, सूडान का संकट हो, यूक्रेन का संकट हो, गाजा का संकट हो, बड़े बड़े संकट हमने देखे हैं। कितना ही बड़ा संकट क्यों ना हो, बीजेपी सरकार ने अपने लोगों को सुरक्षित बाहर निकाला है। जब केरला की नर्सेस
इराक में फंसी थी तो बीजेपी सरकार थी जो उन्हें सुरक्षित निकाल करके बाहर निकालकर केरला वापस लाई। कल्पना कीजिए कि अगर दिल्ली में लेफ्ट कांग्रेस की कमजोर सरकार होती तो हमारी इन बेटियों का क्या होता। ये मोदी की गारंटी है कि दुनिया में कहीं भी संकट चाहे कितना भी बड़ा क्यों ना हो, हर भारतीय की सुरक्षा की जाएगी। കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ, കേരളത്തിലെ അമ്മമാരുടെ നിരവധി പുത്രന്മാർ, അവരുടെ കുട്ടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ജോലി തേടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോകുന്നവരായിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷങ്ങളിൽ ലോകം നിരവധി സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. അത് കൊറോണയാകട്ടെ, സുഡാനിലെ സംഘർഷമാകട്ടെ, യുക്രൈനിലെ സംഘർഷമാകട്ടെ, ഗാസയിലെ സംഘർഷമാകട്ടെ, അങ്ങനെയുള്ള നിരവധി സംഘർഷങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ അതുപോലെയുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ശരി, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ एंड अम्मा मारे सहोदरी मारे, केरला में लंबे समय से लेफ्ट और कांग्रेस पक्ष और विपक्ष का ढोंग रचते रहे, जबकि ये हमेशा से एक ही थे। ये सिर्फ नाम के लिए दो पार्टियां हैं। केरला में करप्शन हो, क्राइम हो या परिवारवाद, ये दोनों सब कुछ मिलकर के करते हैं। अब इंडी गठबंधन बनाकर इन्होंने घोषणा कर दी कि इनकी विचारधारा और इनकी नीतियों में कोई अंतर नहीं है। अब केरला की जनता को भी साफ पता चला है कि केरला का विकास अगर कोई कर सकता है तो वो बीजेपी है, एनडीए है। लेफ्ट कांग्रेस गठबंधन यानी इंडी अलायंस को केरला में भी बीजेपी ही हराएगी। കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ, കേരളത്തിൽ ഏറെക്കാലമായി കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും രണ്ട് മുന്നണികൾ ഭരണത്തിലും പ്രതിപക്ഷത്തും ഇരുന്നുകൊണ്ട് വഞ്ചനയുടെ നാടകം കളിക്കുകയാണ്. അവര് എല്ലായ്പ്പോഴും ഒരുമിച്ചായിരുന്നു. പേരിൽ മാത്രം അവർ പ്രത്യേകം പാർട്ടികളായിട്ട് അവർ നിലനിൽക്കുന്നു എന്ന് മാത്രം. കേരളത്തിലെ അഴിമതിയാണെങ്കിലും അക്രമമാണെങ്കിലും കുടുംബാധിപത്യമാണെങ്കിലും ഇവരെല്ലാവരും രണ്ടുപേരും ഒരുമിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ അവര് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവരുടെ ആശയങ്ങൾ. ആ ആശയങ്ങളും അവരുടെ നയങ്ങളും അത് രണ്ടും ഒരു വ്യത്യാസവുമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി ഇപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുകയാണ്. കേരളത്തിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ, ദേശീയ ജനാധിപത്യ സഖ്യത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് കേരളത്തിലും ഈ ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. കേരളത്തിലെ एंड अम्मा मारे सहोदरी मारे, केंद्र की बीजेपी सरकार का मंत्र राज्य के विकास से देश के विकास का है। आज देश में चौड़ी सड़कें बन रही हैं, आधुनिक रेलवे, आधुनिक एयरपोर्ट बन रहे हैं, लेकिन इंडी गठबंधन की सरकार सिर्फ और सिर्फ मोदी विरोध के कारण
यहां काम होने नहीं देती। इंडी गठबंधन यहां केरला में लूट की खुली छूट चाहता है। यहां गोल्ड की स्मगलिंग को लेकर जो खेल चलता है। പുതിയ വിമാനത്താവളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ, ആ സർക്കാർ മോദി വിരോധത്തിന്റെ പേരിൽ ഇവിടെ അതൊന്നും നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല. ഇന്ത്യ മുന്നണി ഇവിടെ കേരളത്തിൽ കൊള്ള നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അവർക്ക് വേണ്ടത്. ഇവിടെ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടന്നത് എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ആരുടെ മുന്നിലും അത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇവരാഗ്രഹിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, ഈ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി, അതിനുവേണ്ടി നൽകുന്ന പണത്തിന്റെ കണക്ക് പോലും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ നയം. അതുകൊണ്ട് അങ്ങനെ കണക്ക് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് ഇവര് കേന്ദ്രത്തിന്റെ പദ്ധതികൾക്കടക്കം തടസ്സം സൃഷ്ടിക്കുകയാണ്. കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, इंडी गठबंधन को सिर्फ एक ही काम आता है। इंडी गठबंधन हमारी आस्था पर चोट करता है। इन्होंने मंदिरों को, हमारे त्योहारों को भी लूट का माध्यम बना दिया है। त्रिशूलपुरम के साथ जिस प्रकार की राजनीति की जा रही है वो दुर्भाग्यपूर्ण है। सबरीमाला में भी जिस प्रकार की अव्यवस्था सामने आई है उससे भी श्रद्धालुओं को बहुत असुविधा आई है। ये यहां की राज्य सरकार की अक्षमता का प्रमाण है। കേരളത്തിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ഇന്ത്യ മുന്നണി അവർക്കറിയുന്നത് ഒരൊറ്റ കാര്യമാണ്. അവര് നമ്മുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നു. ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ഉത്സവങ്ങൾ, ആ ഉത്സവങ്ങൾ പോലും കൊള്ളയുടെ മാധ്യമമായിട്ടാണ് അവർ കാണുന്നത്, അതിനുള്ള മാർഗമായിട്ടാണ് കാണുന്നത്. തൃശൂർ പൂരത്തെ സംബന്ധിച്ച് നടക്കുന്ന രാഷ്ട്രീയ കളി, ആ രാഷ്ട്രീയ കളി ദൗർഭാഗ്യകരമാണ്. ശബരിമലയുടെ കാര്യത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള കുത്തഴിഞ്ഞ സ്ഥിതി, ആ കുത്തഴിഞ്ഞ സ്ഥിതി ഈ നാട്ടിലെ വിശ്വാസികൾക്ക് മുഴുവൻ തന്നെ ഏറെ വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ അത് സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയുടെ തെളിവ് ആണത്. കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, भाजपा जब सबका साथ सबका विकास की बात करती है तो इसमें सबकी आस्था का सम्मान भी शामिल है। इसलिए आज नॉर्थ ईस्ट सहित देश के ऐसे अनेक राज्य जहां बड़ी संख्या में ईसाई आबादी रहती है वहां भाजपा की सरकारें हैं। हाल में क्रिसमस के दौरान मुझे दिल्ली में अपने आवास पर क्रिश्चियन कम्युनिटी को होस्ट करने का अवसर मिला। कम्युनिटी के धर्मगुरुओं ने, इंटेलेक्चुअल्स और अचीवर्स ने जो आशीर्वाद मुझे दिया, सरकार के काम को सराहा, उसके लिए मैं उनका फिर से आभार व्यक्त करता हूं। കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ഭാരതീയ ജനതാ പാർട്ടി എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന് പറയുമ്പോൾ അതിനർത്ഥം എല്ലാവരുടെയും വിശ്വാസങ്ങളെയും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം
രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സഹോദരന്മാർക്ക് വലിയ തോതിൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഭരണത്തിലിരിക്കുന്നത്. ഈ അടുത്ത ദിവസം ക്രിസ്മസിന്റെ ദിവസത്തിൽ ഡൽഹിയിലെ എൻ്റെ വസതിയിൽ ക്രൈസ്തവ സഹോദരന്മാർക്ക് അവർക്ക് ആതിഥ്യമരുളാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ആ സമൂഹത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ മതാചാര്യന്മാർ, ആ സമൂഹത്തിലെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ, അതുമാത്രമല്ല ആ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ, അങ്ങനെയുള്ളവരൊക്കെ അവരെല്ലാവരും തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. അതിനു വേണ്ടിയിട്ട് അതിന്റെ പേരിൽ അവരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ എനിക്ക് ലഭിച്ചിട്ടുള്ള അവസരം, ആ അവസരത്തിന് ഞാൻ അവരോട് നന്ദി പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, आपने इतना बड़ा आयोजन किया. इस उत्साह को अब हमें केरला में नारी शक्ति के आंदोलन के रूप में आगे बढ़ाना है. एक ऐसा आंदोलन जो विकसित भारत में केरला की सशक्त भूमिका सुनिश्चित करेगा. इस आंदोलन का आधार केरला की आप जैसी मेरी माताएं बहनें ही होगी. आपने इतनी बड़ी तादाद में आकर के हमें आशीर्वाद दिया और पूरे रास्ते पर जिस प्रकार से स्वागत सम्मान किया, मैं केरला के नागरिकों का हृदय से बहुत बहुत आभार व्यक्त करता हूं. आप सबका भी बहुत आभार व्यक्त करता हूं. കേരളത്തിലെ എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, ഇത്രയും വലിയ സംഖ്യയിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഈ ഉത്സാഹത്തെ, ഈ ഊർജത്തെ കേരളത്തിലെ സ്ത്രീ ശക്തിയുടെ മുന്നേറ്റമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ മുന്നേറ്റമായിട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അത് രാജ്യത്തിന്റെ വികസനം, ആ വികസിതമായിട്ടുള്ള രാജ്യത്തിൽ, വികസിതമായിട്ടുള്ള ഇന്ത്യയിൽ, അതിൽ കേരളത്തിന്റെ ശക്തമായ അടിത്തറ, ആ അടിത്തറ ഉറപ്പുവരുത്തുന്ന ഒരു മുന്നേറ്റമായിരിക്കണം. ഈ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം അത് നിങ്ങളെല്ലാവരെയും പോലെയുള്ള സഹോദരിമാരും അമ്മമാരുമായിരിക്കണം. ഇന്ന് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വഴിനീള നൽകിയിട്ടുള്ള വലിയ സംഖ്യയിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ട് നൽകിയിട്ടുള്ള ആ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. आपकी झंडी ऊपर कीजिए और मेरे साथ बोलिए, भारत माता की. പതാക ഉയർത്തി भारत माता की आवाज जोर से आनी चाहिए. കൂടുതൽ ഉറക്കെ. भारत माता की, भारत माता की, भारत माता की. सब खड़े होकर के अपना झंडी हिलाइए. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് भारत माता की, പതാക വീശി. भारत माता की, भारत माता की. वंदे 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 वंदे. बहुत बहुत धन्यवाद. കാർഷിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, കായിക മേഖലകളിൽ സ്ത്രീകളെ ശക്തരാക്കുന്ന, പ്രാപ്തരാക്കുന്ന മോദിയുടെ ഗ്യാരണ്ടിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. We trust you, sir, for all the guarantees you have given to the women power of Bharat. We,
The women of Kerala are with you, sir. നമ്മുടെ മഹിളാ സംഗമം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി സിനി മനോജിനെ ക്ഷണിക്കുന്നു.